ആഗോള സാങ്കേതിക രംഗത്തെ പ്രമുഖ കമ്പനികളെ നയിക്കുന്ന ഇന്ത്യൻ വംശജനായ എക്സിക്യൂട്ടീവുകളിൽ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയാണ് സുന്ദർ പിച്ചൈ. ടെക് ലോകത്തിലെ അതികായ കമ്പനിയായ ഗൂഗിളിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഏകദേശം 22 വർഷമായി ഗൂഗിളിന്റെ ഭാഗമായിരിക്കുന്ന പിച്ചൈ കമ്പനിയുടെ വളർച്ചയിലും നവീകരണങ്ങളിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിയായി അറിയപ്പെടുന്നു. അടുത്തിടെ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അംഗീകരിച്ച പുതിയ നഷ്ടപരിഹാര പദ്ധതിയാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഗൂഗിളിന്റെ മാതൃ കമ്പനിയായ ആൽഫബറ്റിക് സിഇഒയായ പിച്ചൈക്ക് അടുത്ത 3 വർഷത്തിനുള്ളിൽ മൊത്തം $692 മില്യൺ വരെ ലഭിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വലിയ തുകയിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നേരിട്ടുള്ള ശമ്പളമായി ലഭിക്കുക. 3 വർഷത്തിനുള്ളിൽ ശമ്പളമായി ലഭിക്കുന്നത് $6 മില്യൺ മാത്രമാണ്. അതായത് വർഷത്തിൽ $2 മില്യൺ വീതം. ബാക്കി വരുന്ന വലിയ തുക ഓഹരികളും സ്റ്റോക്ക് ഓപ്ഷനുകളും ഉൾപ്പെടുന്ന പ്രോത്സാഹന പാക്കേജുകളുടെ രൂപത്തിലാണ് നൽകുന്നത്. പിച്ചൈയുടെ പുതിയ ശമ്പള പാക്കേജിന്റെ പ്രത്യേകത അതിന്റെ വൈവിധ്യത്തിലാണ്. ആൽഫബറ്റിന്റെ അനുബന്ധ സ്ഥാപനങ്ങളായ വൈമോ, വിങ് എന്നിവയുമായി ബന്ധപ്പെട്ട ഓഹരികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വയം നിയന്ത്രിത വാഹന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന വൈമോയിൽ നിന്ന് ഏകദേശം $130 മില്യൺ, ഡ്രോൺ ഡെലിവറി സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വിങ്ങിൽ നിന്ന് ഏകദേശം $45 മില്യൺ പിച്ചൈക്ക് ലഭിക്കുമെന്ന് കരുതുന്നു. ഈ 2 സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ചേർന്നാൽ ഏകദേശം $175 മില്യൺ ആകും. 3 വർഷത്തേക്ക് ബാധകമായ ഈ വേതന കരാറിൽ ചില നിബന്ധനകളും വ്യക്തമാക്കിയിട്ടുണ്ട്. കരാർ കാലയളവിനുള്ളിൽ ഏതെങ്കിലും കാരണത്താൽ പിരിച്ചുവിടൽ സംഭവിക്കുകയാണെങ്കിൽ ഭാവിയിൽ ലഭിക്കേണ്ട സ്റ്റോക്ക് ഓപ്ഷനുകൾ പൂർണ്ണമായും നഷ്ടപ്പെടും. അതിനാൽ കമ്പനിയുടെ പ്രകടനത്തോടും ദീർഘകാല വിജയത്തോടും ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ പാക്കേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ കരാറിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പിച്ചൈക്ക് മാത്രമല്ല ആൽഫബറ്റിന്റെ ഓഹരി ഉടമകൾക്കും ഗുണകരമാകുന്ന രീതിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനി മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ പിച്ചൈക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടം ലഭിക്കൂ. ഫോബ്സ് പുറത്തിറക്കുന്ന റിയൽ ടൈം സമ്പന്നരുടെ പട്ടിക പ്രകാരം പിച്ചൈയുടെ നിലവിലെ ആസ്തി ഏകദേശം $1.5 ബില്യൺ ആണ്. ഇന്ത്യൻ വംശജനായ അദ്ദേഹം 2015 മുതൽ ഗൂഗിൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായും 2019 മുതൽ ആൽഫബറ്റിന്റെ സിഇഒയായും പ്രവർത്തിച്ചു വരുന്നു. 2004 പിച്ചൈ ഗൂഗിളിൽ ജോലിയിൽ പ്രവേശിച്ചത്. തുടക്കത്തിൽ ഉൽപ്പന്ന മാനേജ്മെന്റ് മേഖലയിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനങ്ങളായ ഗൂഗിൾ ക്രോം, ജിമെയിൽ, ഗൂഗിൾ മാപ്സ്, ആൻഡ്രോയിഡ്, ഗൂഗിൾ വർക്ക് സ്പേസ് എന്നിവയുടെ ഉൽപ്പന്ന വികസനവും എഞ്ചിനീയറിംഗ് ടീമുകളും അദ്ദേഹം നയിച്ചു. 2013 മുതൽ 2014 വരെ ക്രോമിന്റെയും ആൻഡ്രോയിഡിന്റെയും സീനിയർ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. പിന്നീട് 2014 മുതൽ 15 വരെ ഗൂഗിളിന്റെ വിവിധ ഉൽപ്പന്നങ്ങളുടെയും സീനിയർ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റു. ഈ കാലയളവിലാണ് അദ്ദേഹത്തിന്റെ നേതൃക്ഷമത കമ്പനിക്കുള്ളിൽ കൂടുതൽ ശ്രദ്ധേയമായത്. ഇപ്പോൾ ആൽഫബറ്റിക് ഡയറക്ടർ ബോർഡിലെ അംഗം കൂടിയായ പിച്ചൈ ഗൂഗിളിന്റെ ഭാവി സാങ്കേതിക പദ്ധതികളിൽ നിർണായക പങ്ക് വഹിക്കുന്നു. പ്രത്യേകിച്ച് കമ്പനിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പദ്ധതികളായ ഗൂഗിൾ AI പോലുള്ള മേഖലകളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സുന്ദർ പിച്ചൈയുടെ ശമ്പള പാക്കേജ് ഒറ്റ നോട്ടത്തിൽ അടിസ്ഥാന ശമ്പളം വർഷത്തിൽ $2 മില്യൺ, 3 വർഷത്തേക്ക് മൊത്തം $6 മില്യൺ, ഏകദേശം $84 മില്യൺ. 3 വർഷത്തേക്ക് കമ്പനിയുമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതിമാസമായി നിക്ഷേപിക്കപ്പെടുന്ന സമയാധിഷ്ഠിത സ്റ്റോക്കുകളായിരിക്കും ഇത്. $126 മില്യൺ മൂല്യമുള്ള ഓഹരി പ്രോത്സാഹനങ്ങളാണ്. എന്നാൽ ഈ തുക പൂർണ്ണമായും കമ്പനിയുടെ ഓഹരി വിപണി പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും. അമേരിക്കൻ ഓഹരി വിപണികളിൽ ഗൂഗിൾ അതിന്റെ മത്സരത്തെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ഈ $126 മില്യൺ വരെ ഇരട്ടി ഉയർന്ന് ഏകദേശം $252 മില്യൺ ആയി മാറാം. അതേസമയം പ്രകടന ലക്ഷ്യങ്ങൾ കൈവരിക്കാതിരുന്നാൽ ഈ തുക 0 താഴാനും സാധ്യതയുണ്ട്. അതായത് ഈ പ്രോത്സാഹന തുക മുഴുവനും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇത്തരം പ്രകടനാധിഷ്ഠിത പ്രതിഫല സംവിധാനങ്ങൾ കമ്പനിയുടെ വളർച്ചയും ഓഹരി ഉടമകളുടെ താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള മാർഗമായാണ് ടെക് ലോകത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.